ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സാമ്പാർ ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു തരാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. കുക്കറിൽ കുറച്ച് പരിപ്പിടുക. പരിപ്പിട്ടിട്ട് അതിൽ കുറച്ച് കായപ്പൊടി വിതറിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഉരുളൻകിഴങ്ങ് മുറിച്ചിടുക. ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, കാരണം അതിലാണല്ലോ അതിൻ്റെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ നന്നാക്കാനുള്ള മടിയും കേട്ടോ. എന്നിട്ട് അത് വേവിച്ച് വയ്ക്കുമ്പോഴേക്കും അടുത്തൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഓൾറെഡി അതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ ഇത്തിരി വറ്റൽമുളക് ഇടുക. ഞാൻ ഉള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. വറ്റൽമുളകൊന്നും നമുക്ക് വലിയ നല്ലതൊന്നുമല്ല ഈ ചൂട് കാലത്ത്. കുറച്ച് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് അത്യാവശ്യം ഉള്ളിയൊക്കെ ഇട്ട് ഈ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ചെറിയ കയ്യിലെടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റണം. വഴറ്റട്ടെ. വഴറ്റി കഴിയുമ്പോൾ ഉള്ളി വാടുമല്ലോ അല്ലേ. കുറച്ചൊന്നാവുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ കുറച്ചൊന്ന് ഉപ്പ് വിതറിയിടുക. ഉപ്പ് വിതറിയിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടും. അതിൻ്റെ ഇടയിൽ ഞാൻ ജീരകം ഉലുവ ഇടാൻ മറന്നു കേട്ടോ. അത് ശരിക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ഇടേണ്ട ഒരു സാധനമാണ്, ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇട്ടു. വയറ്റി നെക്സ്റ്റ് അതിലിടേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ തക്കാളി, ടൊമാറ്റോ. തക്കാളി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റുക. ഇത് പുളിവെള്ളമാണ് കേട്ടോ. പുളിവെള്ളം ഞാൻ പുളി കലക്കി വെച്ചിരുന്നു. പിന്നെ ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വെച്ചാൽ ഒരു 2 പ്രാവശ്യം അര സ്പൂണായിട്ട് ഇടാം. നമുക്ക് പാകത്തിന് ഇടാം കേട്ടോ. നമുക്കറിയാമല്ലോ എത്ര ഇടേണ്ടതെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് അധികം ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കായപ്പൊടി ഇടുക. എന്നിട്ട് നമ്മുടെ സാമ്പാർ പൊടി, ഈസ്റ്റേൺ സാമ്പാർ പൊടി കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്, അതും കുറച്ച് അതിലിടുക. എന്നിട്ട് നല്ലോണം വഴറ്റുക എഗെയിൻ. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് കുക്കറൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് പരിപ്പ് വേവ് കമ്മിയുണ്ട്, അതായത് അധികമൊന്നും ഒരു പകുതി വേവ് മതി കേട്ടോ പരിപ്പിന്, കാരണം വീണ്ടും വേവിക്കാനുള്ളതല്ലേ. അതിൽ പുളിവെള്ളം ഒഴിച്ചിട്ട് ഈ മസാലകളെല്ലാം ഇട്ടു കേട്ടോ ഞാനതിൽ. അപ്പോൾ എനിക്ക് ദാഹിച്ചു. വീഡിയോ ഒക്കെ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. കുറച്ച് മാസിയും കുടിച്ച്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടിയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് തോന്നി. ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 5 മിനിറ്റ് എന്ന് വീഡിയോയിൽ 5 മിനിറ്റ് ആയിട്ടെങ്കിലും നമുക്കിതൊക്കെ അരിഞ്ഞ് വരുമ്പോഴേക്കും 10-15 മിനിറ്റ് ആവും കേട്ടോ റെഡിയായി വരാൻ. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെണ്ടയ്ക്കും മുരിങ്ങ